പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ള അച്ഛൻ, പ്രിയ സഹോദരങ്ങളെ, ഇന്നും ദൈവവചനം പഠിക്കുന്നതിനായിട്ട് ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു പഠനമാണ് ദാനിയേൽ പ്രവചനം എന്നത്. വെളിപ്പാട് പുസ്തകം, രണ്ട് പുസ്തകവും ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. സമാന ചിന്തകൾ ഒത്തിരി ചേർത്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ അറിയേണ്ടതായ ആത്മീയ ജീവിതത്തിൽ ആവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായിരിക്കുന്ന ദൈവരാജ്യ മൂല്യങ്ങളുടെ കലവറയാണ് ഈ ദാനിയേൽ പ്രവചനം. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണത് പഠിക്കാനായിട്ട്. മറ്റ് പുസ്തകങ്ങൾ പഠിക്കുന്ന പോലെയല്ല. എത്ര ദിവസം വായിച്ചാലും ചില വാക്യത്തിൻ്റെ സാരാംശം ഗ്രഹിക്കാൻ എനിക്ക് നന്നേ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവാത്മാവ് ചില സന്ദർഭങ്ങളിൽ അതൊക്കെ വെളിപ്പെടുത്തി തരുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എബനേസർ മാർത്തോമ ഇടവകയുടെ ആത്മാർത്ഥമായ ആഗ്രഹത്തെ മാനിക്കുകയും അച്ഛന്മാരുടെ താല്പര്യത്വം, ഇടവ മിഷൻ്റെ പ്രവർത്തകരുടെ താല്പര്യവും ഒക്കെയാണല്ലോ ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ കൂടുന്നത്. നമ്മുടെ ഇടവകയ്ക്ക് അതൊരു ആത്മീയമായ ഉണർവിൻ്റെ മുഖാന്തരമായി തീരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. ഈ പഠനത്തിലൂടെ ദാനിയേലിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റഡി നടത്തുമ്പോൾ എങ്ങനെ നമുക്ക് ദാനിയേലിൻ്റെ ആത്മീയ ക്വാളിറ്റീസ്, സ്പിരിച്വൽ ക്വാളിറ്റീസ് ഇന്ന് ജീവിക്കുന്ന ഈ കാലത്ത് എൻ്റെ കൊച്ചു ജീവിതത്തിൽ പകർത്താനാവും. നമ്മളെപ്പോലൊരു മനുഷ്യനാണ് ദാനിയേൽ. നമ്മളെപ്പോലൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ് ദാനിയേൽ. അപ്പം കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ കുടുംബമില്ലാത്തൊരു ലോകത്തിൽ, കുടുംബമില്ലാത്തൊരു ദേശത്ത് എത്ര ഭംഗിയായിട്ടാണ് പ്രായോഗിക ജീവിതത്തിൽ ആ മനുഷ്യനെ പകർത്തുന്നതിനായിട്ട് സാധിച്ചത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇതാവുന്നുണ്ടോ എന്ന് നമ്മുടെ ഈ പഠന സമയത്ത് ആലോചിക്കുന്നത് ഉചിതമാണ്. എന്നെ നമ്മുടെ സാർ ഓർപ്പിച്ചു, ആ പാട്ട് എങ്കിലും ഒന്ന് പഠിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താണെന്നറിയാം, ബാക്കിയൊന്നും മനസ്സിലാകുന്നില്ല. ആ പാട്ടെങ്കിലും എന്ന് പഠിക്കാൻ, അതുകൊണ്ട് കൂടെ പാടണമെന്നാണ് സാറിൻ്റെ അഭിപ്രായം. ഞാൻ പേര് പറയുന്നത് സാറെന്നേ പറയുന്നത്. അത് ഞാൻ മാനിക്കുന്നു, മറന്നിട്ടല്ല. സമയം നമുക്ക് കിട്ടാൻ വേണ്ടി അത് മാറ്റിവെച്ചിട്ടുണ്ടാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, തേനിനേക്കാളും തെങ്കട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനേക്കാളും തെങ്കട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. ബാലൻ തൻ്റെ നടപ്പ് നിർമ്മലമാക്കിടുവാൻ വേദപ്രമാണം മൂലം കാത്തു സൂക്ഷിച്ചിടണം. തേനിനേക്കാളും തെങ്കട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. പാദങ്ങൾക്കു ദീപവും പാതയ്ക്കു വെളിച്ചവും എന്നും വഴി കാട്ടിടും സത്യവേദവചനം. തേനിനേക്കാളും തെങ്കട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. പാപം ചെയ്യാതിരിപ്പാൻ എൻ്റെ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിത്യം സംഗ്രഹിക്കുന്നു. തേനിനേക്കാളും തെങ്കട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം. തേനിനേക്കാളും തെങ്കട്ടേക്കാളും നാവിനു മധുരം നൽകും തിരുവചനം.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ദാനിയേൽ കണ്ടതായിരിക്കുന്ന, അല്ലെ, നെബൂഖദ്നേസർ കണ്ടതായിരിക്കുന്ന സ്വപ്നവും തന്മൂലം അവിടെ ഉണ്ടായതായിരിക്കുന്ന ഒരു മാനസികമായ സംഘർഷഭരിതമായ അന്തരീക്ഷവും, ആ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ അതേ പാലസിനകത്ത് തന്നെ സമാന വിധി ബാധകമാകാൻ സാധ്യതയുള്ള 4 പേർ ഭൂരിപക്ഷം വിലപിക്കുകയും മുറവിളിക്കുകയും ഭാവി ഇരുളടഞ്ഞു പോയല്ലോ, നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നോർത്ത് ഭാരപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ വിധി നടപ്പിലാക്കാൻ അരിയൊക്കെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര സമൃദ്ധി ഉണ്ടെങ്കിലും, എത്ര വിദ്യകൾ കരസ്ഥമാക്കിയാലും മനുഷ്യ ജീവിതത്തിൻ്റെ സുസ്ഥിരത അതിലൊന്നുമല്ല അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെന്ന് നല്ലൊരു പാഠം നമുക്ക് നൽകും. നമുക്ക് എന്തൊക്കെ നമ്മൾ ആർജിച്ചാലും ജീവിതത്തിൻ്റെ സുസ്ഥിരതയും സ്വസ്ഥതയും നമുക്ക് ലഭിക്കുന്നത് ജീവനുള്ള ദൈവവുമായ സജീവവും സചേതനവുമായ ബന്ധമാണ്. അത് സജീവമായിരിക്കണം, സചേതനമായിരിക്കണം. ആ ബന്ധമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ രഹസ്യം, സംതൃപ്തിയുടെ രഹസ്യം. അത് കണ്ടെത്തിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കാണുന്നതൊന്നും അത് ശാശ്വതമല്ല, അതൊക്കെ പോകുന്ന ഇന്ന് വന്ന് നാളെ പോകുന്നത് അതൊക്കെ. എന്നാൽ അദൃശ്യനായ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ബന്ധം ദൃശ്യമല്ല, ആർക്ക് കാണാൻ പറ്റത്തില്ല, അനുഭവവേദ്യമാണ്. ആർക്ക്? ആ വ്യക്തിക്ക് മാത്രം. എനിക്കെൻ്റെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം അനുഭവവേദ്യമാണ്. അത് നിർവചിക്കാൻ മറ്റാർക്കും സാധ്യമല്ല. എനിക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് എബനേസർ മാർത്തോമാ ചർച്ചിലെ മെമ്പേഴ്സിന് വിധിക്കാൻ ഒക്കത്തില്ല. ആ ബന്ധത്തിൻ്റെ ദൃഢത, ആ ബന്ധത്തിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ്, അതിൻ്റെ സുതാര്യത എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇൻ ബിറ്റ്വീൻ മീ ആൻഡ് ഗോഡ്. എല്ലാ വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. ദൈവമക്കളെ, നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സംശയിക്കുന്നവർ കണ്ടേക്കാം, വിമർശിക്കുന്നവർ കണ്ടേക്കാം. ചിലരൊക്കെ സ്തോത്രം പറയുമ്പോൾ എന്താ ഈ സ്തോത്രം ഒത്തിരി പറയാൻ എന്നൊക്കെ ചോദിച്ചേക്കാം. ഈ ഉള്ളത്തിൽ സന്തോഷമൊക്കെ അനുഭവിക്കുന്ന ദൈവമക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം ഉണ്ടോ? ഞാൻ സ്തോത്രം പറഞ്ഞിട്ടും പറയാൻ പറ്റത്തില്ല. നമ്മുടെ സംസ്കാരത്തിൽ അതില്ല. എന്തോ സംഭവിച്ചു പോയി നമ്മൾ സ്തോത്രം പറഞ്ഞാലെന്നുള്ളതായി. അങ്ങനെയല്ല. എന്തിനാ ഈ പള്ളി? എന്തിനാ? ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താനായിട്ടാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ നടക്കുന്ന ഉണർവിനെ കുറിച്ച് നിങ്ങൾ വല്ലതും മാധ്യമത്തിൽ കാണുന്നുണ്ടോ? പഞ്ചാബിൽ നടക്കുന്ന ഉണർവിനെ കുറിച്ച് നിങ്ങൾ കാണുന്നുണ്ടോ? ഗുരുദ്വാരയിൽ ഇപ്പോൾ ആളുകളില്ല. അവർ കൈയടിച്ച് നൃത്തം ചെയ്ത് ഉറക്കെ ഹല്ലേലൂയ പാടി സ്തുതിക്കുക. തട്ടവിട്ട സഹോദരിമാരും ഈ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, തലപ്പാവ് വെച്ച മനുഷ്യരാ എഴുന്നേറ്റ് നിന്ന് പ്രഭു യീശു മസീ എന്നും പറഞ്ഞങ്ങോട്ട് പാടുക. പക്ക ബന്ധൻ തൊടാകയ മേ ആസാദും ആസാദ് എന്നൊക്കെ പറഞ്ഞവർ പാട്ട് പാടുകയാണ്. ആവാസുദായെങ്കിൽ യേശു മസീ ആയേഗ ആയേഗ അവർ പാടുകയാണ്. 2 പാട്ടൊക്കെ എനിക്കറിയാം ഹിന്ദിയിൽ. അവർ പാടുന്ന കേൾക്കുമ്പോൾ ഞാനും ഓടുന്നുണ്ട്, ചിലപ്പോൾ പാടും. ഒരു രസമാണെന്നറിയാമോ? ലോകം മുഴുവനും വലിയ ഉണർവിൻ്റെ വക്കിലാണ്. ഈ മാർത്തോമക്കാരന് മാത്രം എൻ്റെ കല്ല് പോലിരിക്കുന്നത്. ഈ പള്ളിയിൽ ഒരു കൺവെൻഷൻ നടന്നാൽ പോലും അനങ്ങത്തില്ല. എന്നോട് ജയൻ ചോദിക്കുകയായിരുന്നു, എന്താ അച്ഛനൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനായിപ്പോൾ. എൻ്റെ മോനെ ഞാൻ എന്തോ ചെയ്യാൻ? നമ്മൾ നിഷ്കാസിതനാണ്, പുറത്ത് മാറ്റപ്പെട്ടിരിക്കുന്നവന്. ഇവിടെ പള്ളിക്കാർ വലിയ ആളുകൾ വേറെ ഉണ്ടല്ലോ. ദൈവസന്നിധിയിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് ദൈവകൃപ അനുഭവിച്ച് ദൈവകൃപയുടെ പ്രവാഹകരായി തീരാൻ സമയം അതിക്രമിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതിന് ഈ പഠനം മുഖാന്തരമാക്കി തരട്ടെന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 4 പേരേ ഉള്ളൂ അതിനകത്ത്.
4 പേരുടെ പേരെ നമുക്കറിയത്തുള്ളൂ. ഭൂരിപക്ഷം ആകുലപ്പെട്ട് നിരാശപ്പെട്ട് നിലവിളിക്കുമ്പോൾ ദൈവത്തോടൊത്ത് ചഞ്ചലപ്പെടാതെ കണ്ട് ധൈര്യത്തോടെ സുസ്മേരപതരായി സന്തോഷത്തോടെ ആരാധിച്ചുകൊണ്ട് ആ പാലസിനകത്ത് അവരാരുമല്ല. തിരിച്ചറിയപ്പെടാൻ ഒന്നും അവർക്ക് ഈ ഭൂമിയിലില്ല. പക്ഷേ ഞങ്ങളുടെ പ്രിയന്റെ വകയാണ്. ഞങ്ങളുടെ പ്രിയന്റെ വകയാണ്. ഈ ആകലപ്പെടുന്നവരൊക്കെ രാജാവിൻ്റെ വകയാണ്. പക്ഷെ ഞങ്ങളുടെ പ്രിയന്റെ വകയാണ്. ഞങ്ങളുടെ രാജാവിൻ്റെ വകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ രാജാവിൻ്റെ കയ്യിലല്ല, രാജാവിൻ്റെ കയ്യിലാണ്. സ്തോത്രം. കുലുങ്ങാൻ പറ്റത്തില്ല എനിക്ക്, തകരാൻ പറ്റത്തില്ല എനിക്ക്. അവന്റെ കൈകളിൽ സുരക്ഷിതനാണ്. വി ആർ സേഫ് ആൻഡ് സെക്യൂർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. അവന്റെ കൈകളിൽ ഞാൻ സുരക്ഷിതനാണ്. ഈ ബോധ്യം ദൈവജനത്തെ എക്കാലവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് ഇവരുടെ പാഠത്തിന്റെ പഠനം കൊണ്ട് നമ്മുടെ മനസ്സിനെ ഇങ്ങനെയൊക്കെ പാകപ്പെടുത്തുന്നു. ഞാനൊരു ദാനിയേൽ പ്രവചനത്തിന്റെ സ്റ്റോറി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോണ്ടംപററി ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് വേദപുസ്തകന്റെ ഇതര ടെക്സ്റ്റുമായി നമ്മളെ ബന്ധിപ്പിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോകുന്നത്. അല്ലെങ്കിൽ 10-15 ലെസൺ കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. ഒരു ഡീറ്റെയിൽ സ്റ്റഡി. നമുക്കറിയാവുന്ന പുതിയ നിയമത്തിൻ്റെ ചിന്തകൾ എനിക്കെല്ലാം അറിയത്തൊന്നുമില്ല കേട്ടോ. എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകാത്ത ഒത്തിരി ടെക്സ്റ്റ് ഉണ്ട് ഇപ്പോഴും. പലരോട് ചോദിച്ചാലും അവർക്കും അറിയത്തില്ല. പിന്നെ ഞാൻ പ്രാർത്ഥിക്കും. ചില സമയം പ്രാർത്ഥിക്കുമ്പോൾ പ്രഭാതത്തിൽ ഇങ്ങനെ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിച്ചു തരും. അതൊക്കെ ഈ കുറിച്ച് വെക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പറഞ്ഞ് നിർത്തിയത് എവിടെ വരെയായിരുന്നു? 11 മുതലുള്ള വാക്യങ്ങളാണ്. രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു. തിരുമുമ്പിൽ അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഒന്ന് നോക്കിയാട്ടെ, ഇവരുടെ കണ്ടെത്തലേതാ? അവിടെ രാജാവിന് ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കെൽപ്പുണ്ടെന്ന് ബോധ്യമുള്ള ആളുകളുടെ കണ്ടെത്തൽ. രാജാവിൻ്റെ അരമനയിൽ സ്വപ്നവ്യാഖ്യാനത്തിന് പ്രാപ്തിയുണ്ടെന്ന് രാജാവിന് ബോധ്യമുള്ള ആളുകളുടെ വ്യാഖ്യാനം. എന്തോ വ്യാഖ്യാനം നോക്കി? അല്ല, ആദ്യം പറഞ്ഞെന്താ? വാക്യം രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാണ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ. അതാണ് ആദ്യം. ഇറ്റ് ഈസ് ഇംപോസിബിൾ. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, നമ്മൾ ദൈവമക്കളാണ്. സ്തോത്രം. ചില പ്രശ്നങ്ങൾ ലോക മനുഷ്യൻ പറയും ഇംപോസിബിളാണ്. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഉയരങ്ങളിലേക്ക് നോക്കി അസാധ്യങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ട് നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കണം ലോകത്തിൽ. അതിൻ്റെ വക്താക്കളാവണം നമ്മൾ. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്? ഏത് പാട്ടാ? അതെങ്ങനെ പാടുന്നത്? മനുഷ്യ തീർന്നു. മതി. അത് തന്നെ ആശയം. അത് തന്നെ. അസത്യമെന്ന് ഞാൻ കരുതിയതാ അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി. പിന്നെ മനുഷ്യനാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെ. അങ്ങനെ സാധ്യമായത് ഒരുത്തനായി നിൽക്കുന്നേ ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കത്തില്ല. തലോടിയിലെ മദാമ്മയുടെ ആശുപത്രി നിനക്കറിയാമോ? അറിയത്തില്ല. അമ്മാമ്മക്കറിയാം. തലോടിയിൽ മദാമ്മയുടെ ആശുപത്രി എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട് എടുത്തുമായി. മദാമ്മ അവിടുത്തെ നേഴ്സ്. നേഴ്സാണ് നടത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ ചികിത്സയ്ക്ക് വരുന്നത് വള്ളത്തേലാണ് കൂടുതലും. ഞങ്ങളുടെ അവിടെ വലിയ നിങ്ങൾ ഇതുപോലൊന്നുമല്ല. നിങ്ങൾ വള്ളവും വെള്ളവും കുട്ടനാട്ടുകാരാണ്. മുഴുവൻ മഴയും തോടും പാലും കുട്ടനാട്ടുകാരാണ്. അപ്പം വള്ളത്തേലാണ്. എൻ്റെ അമ്മയെ വയറ്റിൽ 6 മാസം പ്രായമുള്ളപ്പോൾ എന്നെ ഉദരത്തിൽ 6 മാസം കയറുമ്പോൾ അസ്വസ്ഥയുണ്ടായി. കെട്ടുവള്ളത്തിലാണ് സാറ് കൊണ്ടുപോയി. കൊച്ചുവെള്ളം ഇല്ലായിരുന്നു, കെട്ടുവള്ളത്തെ കൊണ്ടുപോയി. കെട്ടുവള്ളം വലിയ വള്ളത്തിൽ അച്ചാച്ചനും അനിയന്മാരും കൂടെ കൂടി രാത്രിയിൽ അവിടെ കൊണ്ടുവന്നപ്പം ഈ മദാമ്മ രാത്രി ഉറങ്ങുന്ന സമയം അവരെ വിളിച്ചു. അവർ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യും.
നേഴ്സുമാരൊക്കെ ഉണ്ട്. ഒരു ചെറിയ ആശുപത്രിയാണ്. ഇപ്പോഴും ആ കെട്ടിടം അവിടെയുണ്ട്. ഇപ്പോഴും ഞാൻ ചിലപ്പോഴൊക്കെ പോയി നോക്കും. എൻ്റെ അമ്മയോട് അഡ്മിറ്റ് ചെയ്ത സ്ഥലമൊക്കെ വല്ലപ്പോഴും ഞാൻ പോയി നോക്കിയിട്ട് തോടിൻ്റെ ആറിൻ്റെ കരയ്ക്ക്. അപ്പോൾ അവിടെ അമ്മ അഡ്മിറ്റ് ചെയ്തു. അന്ന് ലഭിച്ച ടെസ്റ്റൊക്കെ അനുസരിച്ച് പുതുക്കെ ടെസ്റ്റുമൊക്കെ ഇതൊക്കെ നോക്കിയിട്ട് മദാമ പറഞ്ഞു, കുട്ടി മരിച്ചിരിക്കുക, കുട്ടി മരിച്ചുപോയി. തൊട്ടക്കരെയുള്ളത് കരിമ്പറമ്പിലെ ബേച്ചാനാണ്. അത് അച്ഛനറിയാം, കരിമ്പറമ്പിലെ ബേച്ചാൻ. അവിടുത്തെ ഞങ്ങളുടെ ഒക്കെ നാട്ടിലെ ഒത്തിരി ആളുകളുടെ ഈ പ്രസവ ശുശ്രൂഷയൊക്കെ നിർവഹിച്ചിട്ടുള്ള വിദഗ്ധനായ ഡോക്ടറാണത്. ഇവിടുത്തെ നമ്മുടെ ഡോക്ടർ കൊച്ചുവി ഉണ്ടല്ലോ, അതുപോലെ ഭയങ്കര ഫേമസാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളവരെല്ലാം അങ്ങോട്ടാണ് പോകുന്നത്. അച്ചായനെ വിളിച്ചപ്പോൾ എൻ്റെ അച്ചാച്ചനെ അറിയാം. അച്ചായനെ വിളിച്ച് ഇക്കരോട്ട് വന്നാൽ മതി, വള്ളത്തിൽ ഇക്കര വന്നു. അച്ചായനെ നോക്കി സ്ഥിരീകരിച്ചു. ഫീറ്റസ് ഷുഡ് ബി റിമൂവ്ഡ് എഴുതി വെച്ചു. ഇതിനകത്ത് റെഡിങ്ങിൽ എഴുതി വെച്ചു. അപ്പോൾ സർജറി പോസ്റ്റ് ചെയ്ത് നേഴ്സമാമിക്ക് മനസ്സിലായി എന്താണ് സംഭവം. സർജറി പോസ്റ്റ് ചെയ്തു. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നാളെ സർജറിയാണ്. അപ്പം മദാമ മലയാളം അറിയാം. എൻ്റെ അച്ചാച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, ജോർജ് ചിന്നമ്മയുടെ വയറ്റിലുള്ളത് മരിച്ചിരിക്കുക, നാളെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് അത് പുറത്ത് കളയാണ്, അല്ലെങ്കിൽ ചിന്നമ്മയുടെ ജീവൻ അപകടത്തിലാണ്. അപ്പോൾ അച്ചാച്ചൻ ഭയങ്കര വിശ്വാസിയാണ്. പ്രാർത്ഥന ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അറിയാമല്ലോ. രാത്രി 3 നേരം പ്രാർത്ഥിക്കും. രാത്രി 3 നേരം പ്രാർത്ഥിക്കും. 12 മണിക്ക് സൂക്ഷ്മം ഉണർന്നിരിക്കും. രാത്രി അർദ്ധരാത്രി പ്രാർത്ഥിക്കും. വെളുപ്പിന് 4 മണിക്ക് ഒരു പ്രാർത്ഥന. പിന്നെ കിടക്കുന്നില്ല. രാത്രി 3 നേരം പ്രാർത്ഥന. പിന്നെ വൈകിട്ടൊക്കെ എപ്പോഴും പ്രാർത്ഥനയാണ് പ്രായമായ സന്ദർഭത്തിൽ. അപ്പോൾ എലിയാമ്മ ഉമ്മൻ്റെ കൂടെയൊക്കെ ടീമിലൊക്കെ ബാംഗ്ലൂരൊക്കെ പ്രവർത്തിക്കാൻ പോയിട്ടുള്ള കൂട്ടത്തിലാണ് എൻ്റെ ഫാദർ. കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു വേണ്ടി പോയതാണ്. 33-ാമത്തെ വയസ്സിലാണ് അച്ചാച്ചൻ കല്യാണം കഴിച്ചത്. അങ്ങനെ പോയതാണ്. അച്ചാച്ചൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, ഞാൻ കർത്താവിൻ്റെ വേലക്കാരനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ്. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അച്ചാച്ചൻ്റെ വിശ്വാസമാണ്. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു ജീവിക്കുന്നെങ്കിൽ എൻ്റെ ഭാര്യയുടെ ഉദരത്തിലെ ശിശുവിനെ ജീവനുള്ളതായി എനിക്ക് തരും എന്നും പറഞ്ഞ് രാത്രി മുഴുവനും എൻ്റെ പിതാവ് പ്രാർത്ഥിച്ചു. രാത്രി മുഴുവനും. അമ്മ പറയുന്നത് അമ്മയുടെ ഈ തലയ്ക്കല മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. ഈ കണ്ണുനീര് വീണ് അമ്മച്ചിയുടെ ചട്ടയൊക്കെ നനഞ്ഞതാണ്. അതുപോലെ അദ്ദേഹം മനുഷ്യൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തിയേറ്ററിൽ കൊണ്ടുപോവാം, ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തിയേറ്ററിൽ കൊണ്ടുപോകാനായിട്ട് അവിടുത്തെ സീനിയർ നേഴ്സ് വന്നു. ഡ്രസ്സൊക്കെ മാറി കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ സീനിയർ നേഴ്സ് വന്ന് അമ്മച്ചിയുടെ ഈ ഉദരത്തിൽ ഇങ്ങനെ കൈ വെച്ചപ്പോൾ എന്തോ ഒരു ചെറിയ അനക്കം പോലെ സിസ്റ്റർക്ക് ഫീൽ ചെയ്തത്. സിസ്റ്ററല്ലേ, അന്നത്തെ സിസ്റ്റേഴ്സാണ്, ഓർക്കണം. BSc നേഴ്സിംഗ് ഒന്നും ഉള്ളതല്ല, മിഡ് വൈഫറേ ഉള്ളൂ. ഉടനെ തന്നെ നേഴ്സിനെ മദാമയെ വിളിച്ചു പറഞ്ഞു, മാഡം എന്തോ ഒരു ചെറിയ അനക്കം തോന്നുന്നു എനിക്ക്. പെട്ടെന്ന് അവർ സ്റ്റെത്തുമായിട്ടൊക്കെ വന്ന് നോക്കിയപ്പോൾ സ്റ്റെത്തെ കിട്ടി. ഇത് അറിയാം, ശ്രുത കിട്ടുമല്ലോ. ചെറിയ അനക്കം. ഉടനെ അക്കരയെന്ന് അച്ചായനെ കൂടെ വിളിച്ചു. വന്നപ്പോൾ ശരിയാണ്, പൾസ് കിട്ടി അവർക്ക്. 6 മാസം പ്രായമുള്ള ഫീറ്റസിനും ഇതുണ്ടല്ലോ, 3 ആഴ്ച കഴിയുമ്പോൾ തുടങ്ങുമല്ലോ ഇടിപ്പ്. അങ്ങനെ വന്ന് ഇവർക്കൊരു സംശയം. തോമസ് കുട്ടിച്ചാൻ അപ്പുറത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, ആ പാലത്തിന് താഴെയുള്ള സ്ഥലം തൊട്ടടുത്താണ്. അദ്ദേഹത്തോടൊന്ന് റെഫർ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചലനമുണ്ട്, എന്നിട്ട് അമ്മച്ചിക്ക് വൈറ്റമിൻ കൂടി എല്ലാം കൊടുത്തേച്ച് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. വീട്ടിൽ 9 മാസം പൂർത്തീകരിച്ച് എൻ്റെ അമ്മയെ എനിക്ക് ജന്മം നൽകിയത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അന്ന് നേഴ്സുമാരവിടെ ഇല്ല. തൊട്ടക്കരെ ഒരു സ്ത്രീയുണ്ട്, അവരാ വന്ന് ഇതൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരിക്കരെ വന്ന് വള്ളത്തലിക്കരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് രാത്രിയിൽ മണ്ണെണ്ണ വിളക്കാണ്, ഇലക്ട്രിസിറ്റി പോലും ഇല്ലെന്ന് ഓർക്കണം. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ അമ്മച്ചി എൻ്റെ ചെറിയ വീട്ടിനകത്ത് എനിക്ക് ജന്മം നൽകി. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ഒരുത്തൻ ഇവിടെ നിൽക്കുന്നു. അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനോടു ചൊല്ലി, മനുഷ്യനാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യനാൽ അസാധ്യം സാധ്യമാക്കുന്ന
പാർക്കുന്നവൻ നിന്നോട് കൂടെ ഉണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം. നമ്മളത് തെറ്റിച്ചാണ് പാടുന്നത്. അത് വെങ്കുളം മാഷ് പാട്ട 1978 അദ്ദേഹം എന്നെ പഠിപ്പിച്ച ആദ്യത്തെ തുടക്കം നമ്മൾ പാടുന്ന പോലെയല്ല. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ, അവനെൻ്റെ സങ്കേതം വിശ്രമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ. പിന്നെ ആരെങ്കിലും അസാധ്യം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? ആരല്ല എന്തെല്ലാം പറഞ്ഞാലും ഞാൻ കുലുങ്ങാതെ നിൽക്കുന്നതിൻ്റെ മുൻപിലെ രഹസ്യം അതാണെന്ന്. സ്തോത്രം. എൻ്റെ പ്രിയൻ്റെ അത്ഭുതാവഹമായ ശക്തി വ്യാപരിച്ച് ലോകത്തിൽ ജീവിക്കുന്ന ഒരുത്തനാ ഞാൻ. ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് സാക്ഷിക്കാൻ വേണ്ടി ദൈവം ജീവൻ നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഒത്തിരി ജീവിതത്തിൻ്റെ ഇതുപോലെ അനുഭവങ്ങളുണ്ട്. മരണത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ അവരും അറിയാണ്. അവർ നാട്ടുകാരെല്ലാവരും കൂടെ പറയുകയാണ്, അവിടുത്തെ ടെക്നീഷ്യൻസ് എല്ലാം കൂടെ പറയുകയാണ്. അഭിചാരകന്മാരും മന്ത്രവാദികളും സകലവാദികളും വിദ്വാൻമാരും കൂടെ ഒരുമിച്ച് ഏകസ്വരത്തിൽ പറഞ്ഞു, സാധ്യമല്ല. ഇപ്പുറത്തൊരു 2-3 പിള്ളേർ നിൽപ്പുണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്പുറത്തൊരു കൂട്ടർ നിൽപ്പുണ്ട്. മറ്റവർ അസാധ്യമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പുറത്ത് സാധ്യതകളെ വെളിപ്പെടുത്താൻ അവസരം ദൈവം തമ്പുരാൻ കൊടുത്തവരിവിടെയുണ്ട്. അസാധ്യത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സാധ്യത വെളുത്തുന്നതാണ് ദൈവമക്കൾ. മറക്കണ്ട, അസാധ്യതയുടെ നടുവിൽ ദൈവത്തിന്റെ സാധ്യത, ജീവിക്കുന്ന ദൈവത്തിന്റെ സാധ്യത. Yes, it is possible with my God. ലോകത്തിൽ വന്ന് എൻ്റെ യേശുനാഥൻ പഠിപ്പിച്ചത് തന്നെയാണ്. Nothing is impossible with my Lord. ദൈവത്തിന് സ്തോത്രം. മയ്യൻ പട്ടണത്തിലെ വിധവയുടെ മോനെ സകല ആശയം നശിച്ചിട്ട് എടുത്തുകൊണ്ട് പോവുക. 12 മൈൽ അപ്പുറത്തുള്ള ശ്മശാനത്തിൽ കൊണ്ടടക്കാൻ വേണ്ടി പോവുകയാണ്. പുറത്തേക്ക് യാത്ര ചെയ്ത് പോവുകയാണ്. മഞ്ചവും പേറിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ നെഞ്ചത്ത് അലച്ച് നിലവിളിച്ചുകൊണ്ട് പോവുകയാണ്. No power on earth can do this miracle. ആരുണ്ടിവിടെ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ? Religious representatives, can you do it? Economists, can you do it? Sociologists, scientists, can you do it? അവരെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞു, it is impossible, it is impossible, it is impossible. കൂടെ വന്നവർ പറഞ്ഞു അസാധ്യമല്ല, കൊണ്ട് മറവ് ചെയ്യാം. അപ്പുറത്തെ പുരുഷാരത്തിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. ആരാ? നസ്രയനായ യേശു. അവളോട് പറഞ്ഞു, മോളെ നീ കരയണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ മഞ്ചത്തെ അസാധ്യമെന്ന് പറഞ്ഞെടുത്ത് അവൻ്റെ സ്പർശനത്തിന് ജീവൻ കൊടുക്കാൻ കൽപ്പുണ്ടെങ്കിൽ അസാധ്യമെന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ വിഷയത്തിന്മേൽ ഉയർത്തെഴുന്നേൽപ്പ് നൽകാൻ കഴിയുന്ന ഒരു പ്രിയൻ ചരിത്രത്തിൽ ജീവിക്കുന്നു. സ്തോത്രം. അനുഭവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ പഠനം ഇങ്ങനെയാണ് പോകേണ്ടത്. ഇത് അസാധ്യമാണ്. ആര് പറഞ്ഞു? ഭൂരിപക്ഷം പറഞ്ഞു. ശരി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താണ്? ഇത് ജഡവാസമില്ലാത്ത ദേവന്മാർക്ക് മാത്രമേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ കണ്ടത്തിൽ ഒന്നാമത് പറഞ്ഞത് ഇത് അസാധ്യമാണ്. പിന്നെ ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും ഇത് കഴിയാനായിട്ട് സാധിക്കത്തില്ല. ഒരു കാര്യം കൂടുണ്ട്, ഇത് തിരുമുമ്പിൽ അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പം മറ്റാർക്കും സാധിക്കത്തില്ല. അപ്പം മനുഷ്യനെ കൊണ്ട് ഇത് സാധിക്കത്തില്ല. ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഭൂമിയിലെ ഉള്ള ഒരു മനുഷ്യനെ കൊണ്ടും ഇത് ചെയ്യാൻ പ്രാപ്തിയില്ലെന്ന് ശക്തന്മാരായിരിക്കുന്ന ആ കാലഘട്ടത്തിലെ വിശുദ്ധരന്മാർ ഒന്നടങ്കം പറഞ്ഞപ്പോൾ ദൈവത്തോടൊത്തു നിൽക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുകയാണ് അവനോട്. ദാനിയേൽ അവിടെ ആരാണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്.
ആ സന്ദർഭത്തിലാണ് ഇനിയും ദാനിയേലിൻ്റെ ചില വെളിപ്പെടുത്തി. നീ ആരാണെന്ന് നീ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ദൈവത്തിന് വെളിപ്പെടുത്താൻ ഒരു സമയം, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, ദൈവത്തിന് വെളിപ്പെടുത്താൻ ഒരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം വെളിപ്പെടുത്തിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ക്ലേശങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലും, എന്തെല്ലാം വേദന അനുഭവിച്ചാലും, നിന്നയേറ്റിയാലും, പരിഹാസമേറിയാലും, ദൈവത്തിൽ പൈതലെ നീ ചഞ്ചലപ്പെടരുത്. സ്തോത്രം. നിന്നെ മാനിക്കാനൊരു ദൈവമുണ്ട്. നിന്നെ അയച്ച ദൈവത്തിനൊരു ഉത്തരവുണ്ട്. അത് നിൻ്റെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്ത് അത് ദൈവം ചെയ്തിരിക്കും. ദൈവം ചെയ്യും. എനിക്ക് വ്യക്തമായ ഉറപ്പുള്ള കൂട്ടത്തിലാണ്. സ്തോത്രം. വെയിറ്റ് ഫോർ ഹിസ് ടൈം. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെ കൂട്ടുകാരെ കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. അങ്ങനെ ഇവന്മാർ മാത്രം അങ്ങനെ ജീവനോടെ ഇരിക്കേണ്ട കാര്യമില്ല. അവരെ കൂടെ കൊല്ലാനായിട്ട് അന്വേഷിച്ചു. അവരെ കൂടെ കൊല്ലാൻ രാജാവ് പറഞ്ഞോ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഭൂരിപക്ഷം അന്വേഷിച്ചെന്നാണ്. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിട്ടില്ല. കാരണം വിളിച്ച കൂട്ടത്തിൽ ഇവരില്ല. രാജാവ് വിളിച്ച കൂട്ടത്തിൽ ഇവരില്ല. കാരണം ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു, കഴിഞ്ഞ എന്നാ അവർ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. അവർ പഠിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ അവർക്ക് മറ്റവരത്രയും പ്രായവുമില്ല. അപ്പോൾ പ്രായമില്ല, പക്വതയില്ല, അറിവുമില്ല. അതുകൊണ്ട് അവരെ രാജാവ് വിളിച്ചിട്ടില്ല. അപ്പോൾ രാജാവ് അന്വേഷിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ആരെ കൊല്ലാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചോ അവരെല്ലാവരും കൂടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവരെയും കൂടെ കൊല്ലാനായിട്ട് അന്വേഷിച്ചു. ഈ കൊല്ലാൻ അന്വേഷിച്ച് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പലരും നിനക്കെതിരെ കൂട്ടുകെട്ടും ഉണ്ടാകും. സ്തോത്രം. നീ ഇനിയും പ്രാർത്ഥിക്കല്ലേ, നീ ഇനിയും പ്രാർത്ഥിക്കല്ലേ, നീ ഇനിയും ജീവിക്കല്ലേ, നീ ഇനി അല്ലേലിയ പറയല്ലേ, നീ ഇങ്ങനെ നടക്കരുത്, നീ ഇനി സെക്രട്ടറി ആകരുത് എന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി പലരും പരിശ്രമിക്കും. പക്ഷേ സ്വർഗത്തിന്റെ ഫേവറേറ്റ് നിനക്കുണ്ടെങ്കിൽ നിന്റെ തലയിലെ രോമത്തിൽ പോലും തൊടാൻ ഒരുത്തനെയും ദൈവം സമ്മതിക്കത്തില്ല. സ്തോത്രം. മിടുക്കല്ലത്, ദൈവത്തിന്റെ ഗ്രേസാണ്, ഗോഡ്സ് ഗ്രേസ്. അന്വേഷിച്ചു ഇല്ലാതാക്കി കളയാൻ വേണ്ടി. ആരെയാ? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് നീ പാലസിലായിരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുന്നത് വരെ നീ മരിക്കത്തുമില്ല, നിന്നെ ആരും കൊല്ലത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. അച്ചൻകുഞ്ഞച്ചനെ കൊണ്ട് ചില കാര്യങ്ങൾ ഇത്ര നാൾ ഈ ഭൂമിയിൽ ദൈവത്തിന് ചെയ്യാനുണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുവരെ തലയിലെ രോമം പോലും കൊഴിഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടത് അവൻ്റെ ഉടമയാണ്. ചെയ്തിരിക്കും. അവൻ്റെ ചുമതലയാണ്. അവൻ ചെയ്തിരിക്കും. ദൈവവേദനയെ വിശ്വസിച്ചു. തകർക്കാൻ ആളുകളുണ്ടാവും, പക്ഷെ സംരക്ഷിപ്പാൻ പ്രിയൻ നിനക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ വെച്ചാൽ നമ്മൾ പാടുന്നേ. ഏത് പാട്ടാണ്? എനിക്ക് ഇതൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പാട്ടുമൊക്കെ ഒത്തിരി മനസ്സിൽ കൂടെ കയറി വരും. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ ജയനതും ജയഘോഷമുയർത്തിടുവാൻ ഇത്രത്തോളം ജയം തന്ന അരിയോക്ക് അന്വേഷണം എഴുതിയിട്ടില്ല. അരിയോക്ക് അതിന് കാര്യം നടത്തുന്നത്. പക്ഷേ അരിയോക്ക് അറിവുള്ളതായിരിക്കും. കൊല്ലാൻ അന്വേഷിച്ചു. നോക്കിയാൽ എടുത്ത് വായിച്ചോ, നമുക്ക് പതുക്കെ വായിച്ചാൽ മതി. കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. എന്നാൽ രാജാവിൻ്റെ അപകടനായനായി ബാബേലിലെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ട കഠിന കൽപ്പന പുറപ്പെടാൻ സംഗതി എന്ത് എന്ന് അവൻ രാജാവിൻ്റെ സേനാപതിയായ അരിയോക്കിനോട് ചോദിച്ചു. അരിയോക്ക് ദാനിയേലിനോട് കാര്യം അറിയിച്ചു. ഡീറ്റെയിൽ അറിയാവില്ല എന്താണെന്ന്. ദാനിയേൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരേണം എന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. 14 വാക്യം എല്ലാവരും ഒന്നുകൂടെ വായിച്ചേ. ദാനിയേൽ അകത്ത് ചെന്നു രാജാവിനോട് തനിക്ക് സമയം തരണം, പിന്നെ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും
ആരോട്? ഇപ്പോഴത്തെ രാജാവിൻ്റെ അവസ്ഥ എന്തുവാ? അവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കോപിച്ചു, ക്രുദ്ധിച്ചു, പിന്നെ കൊലവിളി വരുത്തേക്കുക, നിന്നെ എല്ലാം തട്ടിക്കളയും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് സകല എണ്ണത്തിനെയും കൊന്നിട്ട് നിന്റെ വീടൊക്കെ ഇടിച്ച് ബുൾഡോസറിന് ഇടിച്ച് നിരത്തിക്കളയും. ആ വാക്ക് ഇതിനകത്തില്ല. ബുൾഡോസറിന് ഇടിച്ച് നിരത്തിക്കളയും, ഒരെണ്ണത്തിനൊക്കെ വെച്ചേക്കത്തില്ല. അങ്ങനെ ഇരിക്കുക. അങ്ങനെ ക്രുദ്ധനായിട്ട് ആരെങ്കിലും ചെല്ലുമോ? ആരും നീ ഇയാൾ തന്നെ ചെല്ലുമോ? ആരാ? ഈ സേനാപതി അയ്യോക്ക് അവരെല്ലാം പുറത്ത് ചാടിച്ചു. എൻ്റെ മുമ്പിൽ കളി പറയാൻ വന്നിരിക്കുകയാണ്, പൊക്കണമെന്ന് പറഞ്ഞ് അവിടെയുള്ള ടെക്നീഷ്യൻസിനെ എല്ലാം, സ്പിരിച്വൽസിനെ എല്ലാം പുറത്തു കളഞ്ഞു. മന്ത്രവാദികൾ, സകലവാദികളെല്ലാം രാജസന്നിധി പുറത്താക്കി. രാജാവ് വിഷണ്ണനായി, ആകുലമാനസനായി, ക്രുദ്ധിച്ച് ക്ഷോഭിതനായി ഇങ്ങനെ ഇരിക്കുകയാണ്. രാജന്റെ കോപം സിംഹഗർജനം പോലെ, ഇങ്ങനെ അല്ലേ? സിംഹഗർജനം പോലെ ഇരിക്കുക. നീ ഗർജിക്കുന്ന സിംഹം പോലെ ഇരുന്നാലും സ്തോത്രം, ദൈവകൃപയുള്ള മനുഷ്യനെ കാണുമ്പം അവൻ്റെ മനസ്സ് കുഞ്ഞാടിനെ പോലെ ആക്കാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. നിന്റെ മിടുക്കല്ലെന്നേ തെളിവല്ലോ ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിങ്ങളെൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ തിരുത്തി പറയണം. തെളിവല്ലോ ഉണ്ടോ? എസ്തേറിൻ്റെ പുസ്തകം, എസ്തേറിൻ്റെ പുസ്തകം. ഹാമാൻ മിടുക്കനായിരുന്നു. ഹാമാൻ രാജാവിനെ സ്വാധീനിച്ചിട്ട് പറഞ്ഞു, ഒരു പാർട്ടി അങ്ങയെ അനുസരിക്കുന്നില്ല, ഒരു കൂട്ടർ അങ്ങയോട് വിധേയത്വം പുലർത്തുന്നില്ല, ഒരു കൂട്ടർ അങ്ങയുടെ ദൈവത്തെ ആരാധിക്കുന്നില്ല. ആ കൂട്ടരെ കൊന്നൊടുക്കണം, അതിനൊരു കൽപ്പന പുറപ്പെടുവിക്കണം. രാജാവ് കൽപ്പന എഴുതി രാജാവിൻ്റെ കയ്യിലിരിക്കുന്ന മുദ്രമോതിരം ഓരി അതിന് ഒപ്പിടിച്ചു ദേശത്തെല്ലായിടവും കൊടുത്തയച്ചു. ആ ഗോത്രത്തിൽപ്പെട്ടവളാണ് രാജാവിൻ്റെ ഭാര്യ. എന്നിട്ട് ഈ ഹാമാൻ വളരെ സൂത്രശാലിയാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. 30 ദിവസത്തേക്ക് രാജസന്നിധിയിൽ ആർക്കും വരാൻ പറ്റത്തില്ല. രാജാവിൻ്റെ പൊഞ്ചങ്കോൽ അവൻ നീട്ടിയില്ലെങ്കിൽ അവനെ തട്ടിക്കളയണം. ഇതൊരു വിധിയും കൽപ്പിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ പ്രാകാരത്തിൽ കിടപ്പുണ്ട്. ആരാ? മോർത്തേക്കായി ഒരു മെസ്സേജ് കൊടുത്തു വിട്ടു. ചെന്നെന്ന് എനിക്കറിയാൻ വയ്യ. ഏതായാലും മെസ്സേജ് കൊടുത്തു വിട്ടു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് വീണ്ടെടുപ്പിന്റെ രക്ഷയും വേറൊരു വശത്തുണ്ടാകും, നീ നിന്റെ പിതൃഭവനവും നശിച്ചു. അടുത്തൊരു ചോദ്യമുണ്ട്, അടുത്തൊരു വർത്താനമുണ്ട്. എന്താ? ഇതിനായിട്ടല്ലോ നിന്നെ ഇവിടെ രാജസ്ഥാനത്താക്കിയിരിക്കുന്നത്. അടുത്തത് ആർക്കറിയാം? ഇതിനായിട്ടല്ലോ നിന്നെ രാജസ്ഥാനത്തേക്ക് ആക്കിയിരിക്കുന്നത്. ആർക്കറിയാം? ഇവിടെ മനസ്സ് പെടഞ്ഞുപോയി. ആരുടെ? എസ്തർ. ഇവിടെ എന്നെ വിളിച്ചിട്ടില്ലല്ലോ, എന്നെ 30 ദിവസത്തേക്ക് വിളിച്ചിട്ടില്ലല്ലോ. ചെന്നാൽ എന്നെ ചെങ്കോൽ നീട്ടിയില്ലേ തട്ടിക്കളി. ആരായാലും ഈ പെങ്കൊച്ചൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ 3 ദിവസത്തേക്ക് ഉപവസിക്കാൻ പറഞ്ഞു. നമ്മുടെ പള്ളിയിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു. എത്ര പേര് വരും? പിന്നെ എളുപ്പമാണ്. പക്ഷേ 3 ദിവസം മാജിക് ഷോ ഉണ്ടെങ്കിലോ, അയ്യോ ഒന്നും വേണ്ട. സ്റ്റാർ സിംഗർ പാടുന്നുണ്ടെന്ന് കേട്ടാൽ മതി. ഇടിയല്ലോ ഇവിടെ. ക്ഷമിക്കണം, ഞാൻ കണ്ടു അവിടെ ഓണത്തല്ലുണ്ടായിരുന്നു അറിയത്തില്ല. അവിടെ കിടന്ന് സർക്കസും ഡാൻസും ഒക്കെ. എവിടെ പോയി ഇവളൊക്കെ? എവിടെ പോയി ഇവന്മാരൊക്കെ? ദൈവദിനം പഠിക്കാൻ വാ, നീ ഗുണം പിടിക്കണമെന്നുണ്ടെങ്കിൽ. വാചനമല്ലാതെ ഇതൊന്നും നിനക്ക് ഈ കോക്കാമ്പിച്ചി ഒന്നും നിനക്ക് നല്ലതല്ല കുഞ്ഞേ, നിന്റെ ഭാവിക്ക് നല്ലതല്ല. ജാതീയമായതിനെയും പൈശാചികമായതിനെയും പള്ളി കയറ്റും. പടിക്ക് പുറത്ത് വേണമെങ്കിൽ അപ്പുറത്തിട്ടോണം. നിങ്ങളാരും എന്നോട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും, ഇത് അതിനുള്ളതല്ല. ഇത് പിതാക്കന്മാർ രക്തം കൊടുത്ത് ഉണ്ടാക്കിയതായി സ്ഥലം. ഈ ആലയം പിതാക്കന്മാരുടെ ദർശനമാണ്. നവീകരണ ചിന്ത ഒരു മനുഷ്യന്റെ ഉള്ളത്തിൽ തട്ടിയപ്പോൾ അത് ആളിക്കത്തിയതിന്റെ ഫലമായി ഇവിടെ ഉണ്ടായതാണ്. അവിടുത്തെ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങളുടെ പള്ളിക്കാരും അങ്ങനെ തന്നെയാണ്. മരണത്തെ നവീകരണാഗ്നി ഉള്ളത്തിൽ കത്തിയപ്പോൾ ഞാൻ 5ാം തലമുറയാണ്. എൻ്റെ വല്യപ്പച്ചൻ ആലഞ്ചേരി ഗീവർഗീസ് സ്വദേശി ഓലയൊക്കെ ചുമന്നുകൊണ്ട് പോയി ഓലക്കുടിൽ പണിതാണ്. ഓലക്കുടിനകത്ത് ഷെഡ് കെട്ടിയതാണ്. അവിടെ ആരാധന ആരംഭിച്ചത്. എൻ്റെ പള്ളി ഇരിക്കുന്ന സ്ഥലം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ദൈവത്തോടും സഭയോടുമുള്ള
സ്നേഹം കൊണ്ട് അങ്ങനെ വികാരഭരിതനായി പറഞ്ഞു പോയതാണ്. ദൈവത്തിന് സ്തോത്രം. തനിക്ക് സമയം ദാനിയേൽ അകത്ത് എന്നും രാജാവിനോട് തനിക്ക് സമയം തരണമെന്നും രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു. ക്രുദ്ധനായിരിക്കുന്ന രാജാവ്, ആ ക്രുദ്ധനായിരിക്കുന്ന രാജാവിൻ്റെ മുൻപിലോട്ട് ചെല്ലാൻ എസ്തേറിനെ പ്രാപ്തി നൽകിയത് പ്രാർത്ഥനയും ഉപവാസവും. അവൾ ചെന്നു. ആരിത്? എസ്തേർ രാജ്ഞിയോ? സ്തോത്രം. വിളിച്ചിട്ടില്ലെങ്കിലും പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നീ ചെന്നാൽ ക്രുദ്ധനായവന്റെ ചെങ്കോല് നിനക്ക് നേരെ നീട്ടിത്തരും. സ്തോത്രം. അതിന്റെ അറ്റം തൊട്ടാ മതി, നീ ഗുണം പിടിച്ചു. വിശ്വാസത്തോടെ വീട്ടുന്ന ചെങ്കോലിന്റെ ആഗ്രഹം തുടങ്ങണം. അന്നേരം ഒന്നും പറഞ്ഞില്ല അല്ലേ? രാജാവ് ഒരു വിരുന്നിന് വരണം, അത്രേ പറഞ്ഞുള്ളൂ. ഈ ഒത്തിരി വെപ്രാളം കാണിക്കരുത്. ഈ ആത്മീയർക്കുള്ളൊരു പ്രത്യേകതയാണ്. സാറ് നമ്മൾ പഠിക്കണ്ട. ഒത്തിരി ദാനിയേലിനെ കണ്ട് പഠിച്ചു, എസ്തേറിനെ കണ്ടുപിടിച്ച് അവിടെ ഒന്നുകൊണ്ട് വല്ലതും പറഞ്ഞോ? അയ്യോ അങ്ങനെ ഏതോ ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഈ വെപ്രാളം പിടിക്കരുത്. ഒന്ന് വരണേ, അവിടെ വന്ന് കാര്യം പറഞ്ഞു. എവിടെ വിരുന്നിന് എന്ന് കാര്യം പറഞ്ഞു. പിറ്റേ ദിവസം വിരുന്നിന് നമ്മളല്ലേ സംഗതി ശരിയായിട്ട് മനസ്സിലാകുന്നേ. അവിടെ ചെന്ന് രാജാവിൻ്റെ ഭാര്യയുടെ കാല് പിടിക്കുകയും ബെത്തേ കിടക്കുന്നതൊക്കെ ആര് കണ്ടു? രാജാവ് തന്നെ. നിന്റെ അടിത്തറ തോണ്ടും ദൈവം. നീ ദൈവ പൈതലിനെതിരായിട്ട് വായനക്കിയാൽ, ദൈവ പൈതലിനെതിരായിട്ട് നീ ശബ്ദമുയർത്തിയാൽ നിന്റെ നാശം അടുത്തിരിക്കുന്നു. ദൈവ പൈതലിനെ നീ ഒന്നും ചെയ്യരുത്. നിനക്കെതിരെ ശത്രു നിനക്കെതിരെ പടവാൾ ഉയർത്തുമ്പോൾ മുട്ടിന്മേൽ നിന്ന് നീ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം പറയുന്നത് എന്നറിയാം, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പ്രതികാരം ചെയ്തോളാം. മോശയുടെ നേർക്കോട്ട് മറുത്ത് മത്സരിച്ചപ്പോൾ ദൈവം പറഞ്ഞു എന്നറിയാമോ? അവർ നിന്നോടല്ല എന്നോട് മത്സരിച്ചെന്നാ പറഞ്ഞു. അവർ നിന്നോടല്ല എന്നോട് മത്സരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം. മറക്കല്ല് കേട്ടോ. ഞാനന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ്, ഈ അഭിഷക്തന്മാരൊക്കെ ഇവിടെ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവരെ വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ഈ അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്യുമെന്നും പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അതൊന്നും. അതെൻ്റെ സിൻസിയറായിരിക്കുന്ന ഒരു കണ്ടെത്തലാണ്. നാടും വീടും കൂടും വിട്ടിട്ട് നമ്മുടെ ഇടയിൽ വന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്ക് കുറ്റങ്ങൾ കാണും. കുറ്റം കുറവില്ലാത്ത ആരാണ്? പെർഫെക്ഷനിസ്റ്റ് ഈ ഭൂമിയിൽ ആരുമില്ല. കാണുമായിരിക്കാം. സ്നേഹത്തിൻ്റെ ഭാഷയിൽ രഹസ്യമായി പറഞ്ഞു കൊടുക്കാം. പരസ്യമായി അക്ഷരം മിണ്ടിയേക്കരുത്. അക്ഷരം മിണ്ടാൻ നമുക്ക് അവകാശം. സ്തോത്രം. അവർക്ക് പിൻബലം കൊടുത്തോണം, മുട്ടുമേ എന്ന് പ്രാർത്ഥിച്ചോണം. പിന്നെ ദൈവ കൽപ്പനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ ദൈവം നോക്കിക്കോളും ബാക്കി കാര്യം. ദൈവത്തിൻ്റെ സ്ഥാനം നമ്മൾ കവർന്നു നിർത്തേണ്ട കാര്യമൊന്നും. 2-3 വാക്യം അറിയാം, 4 പാട്ടും അറിയാം, അങ്ങ് നടക്കുക. ഭരണഘടനയുടെ 30ാമത്തെ വകുപ്പും പിടിച്ചോളൂ. നമുക്കുള്ളതല്ല. ആണോ? ആർക്കാ കൊടുക്കേണ്ടി? നാഥനൊരുത്തനുണ്ട്. സ്തോത്രം. ഇത് ആർക്കും ഒരച്ഛനും ഒരു മെത്രാനും ഒന്നും തോന്നിയ പോലെ ചെയ്യാവുന്ന പരിപാടിയല്ല ഈ സഭ. അത് വളരെ വ്യക്തമാണ്. മെത്രാൻ്റെ അല്ല, അച്ഛൻ്റെ അല്ല സഭ. സഭ ദൈവത്തിൻ്റെതാണ്. സഭ എൻ്റെ കർത്താവിൻ്റെയാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? ആരൊക്കെ അതിന് വിരുദ്ധമായി എന്തൊക്കെ ശക്തികൾ ഉപയോഗിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ തക്ക ശിക്ഷ സ്വർഗത്തിൽ കൊടുത്തിട്ടുണ്ട്, കൊടുക്കുകയും ചെയ്യും. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇത് വിശ്വസിക്കുന്നവനും കഴിഞ്ഞ 50 വർഷം പ്രസംഗിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഇഷ്ടമല്ലാത്ത പലർക്കും സോപ്പിടാൻ അറിയത്തില്ലെന്നേ. ദൈവത്തിന് സ്തോത്രം. ക്രുദ്ധനായ രാജാവ്. എന്താ സംഭവിച്ചവിടെ? ഹാമാൻ എന്ത് ചെയ്യും? അവൻ്റെ ഭാര്യ പറഞ്ഞതാ. ചില ഭാര്യമാർ പറഞ്ഞു കൊടുക്കുന്ന നല്ല അഭിപ്രായമുണ്ട്. ഇപ്പോൾ എനിക്ക് 2-3 പേർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പേര് പറയുന്നൊന്നുമില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ കേട്ടോണ്ട് എൻ്റെ അച്ചായൻ അങ്ങനെ രക്ഷപ്പെട്ടു. അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞു കൊടുത്തതാ. അത് കേട്ടാൽ മതിയായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്ന ആ സാധു മനുഷ്യൻ എന്ത് ചെയ്യും? സാധു മനുഷ്യനെവിടെ? അവനെ വരുത്തി അവൻ്റെ വർഗത്തെ കൊന്നൊടുക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ഒപ്പിട്ട മുദ്രമോതിരം. സ്തോത്രം. മുദ്രമോതിരം. സ്തോത്രം. പ്രാർത്ഥിച്ചവന്റെ മോതിരവിരലിൽ അണിയിക്കുന്ന ദൈവം ഉണ്ടെന്ന്. ഇതാ പ്രാർത്ഥന. സ്തോത്രം. ഇതാ രഹസ്യം. നീ അറിയാത്ത വിജയത്തിന്റെ മന്ത്രം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. വെയിറ്റ് ഫോർ ഹിസ് ടൈം. ഇതൊന്നും
അവിടെ കിടന്ന് പ്രാർത്ഥിക്കുമ്പം സ്വപ്നം കണ്ട കാര്യമല്ല ആര് നോർത്തേക്കായി. നമ്മുടെയൊക്കെ വിചാരം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്തോ ശാഠ്യമാണ്. മൂന്ന് ദിവസം പ്രാർത്ഥിച്ചാൽ നോക്കുക അവിടെ കിട്ടത്തില്ല. ദൈവത്തിന് സമയമുണ്ട്, അന്നേരം കിട്ടത്തുള്ളൂ. പ്രാർത്ഥനയോടെ കിടക്കും, പ്രാകാരത്തിൽ കിടക്കും. ഉയർത്തേണ്ട സമയത്ത് ഒരു കാര്യം ദൈവമക്കൾ അറിഞ്ഞു, ദൈവം ഉയർത്തുമ്പോൾ നീ ഉയർന്നാൽ മതി. അതെവിടാണെന്നറിയാമോ ഉയർത്തുന്നേ? സങ്കീർത്തനം എവിടെയാണ് ഉയർത്തുന്നത്? പാറമേ എന്നെ ഉയർത്തും. അങ്ങനെ വാക്യമുണ്ടോ? ആ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് അത് പറയാത്ത. എവിടെ ഉയർത്തുന്നത്? പാറമേൽ ഉയർന്നാൽ ഗുണമെന്താ? വൻമഴ ചൊരിഞ്ഞു, കാറ്റ് വന്നു, കൊടുങ്കാറ്റടിച്ചു, കുലുങ്ങത്തില്ലെന്ന്. എവിടെ? അവൻ ഉയർത്തിയതാ, അല്ല ഞാൻ ഉയർന്നതല്ല. അവൻ ഉയർത്തിയതാണെങ്കിൽ തളർത്താൻ, ലോകത്തിൽ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല തന്നെ. സ്തോത്രം. നമ്മളൊന്ന് പറ, എനിക്ക് അങ്ങനെ ഉയർന്നാൽ മതി, അവൻ്റെ സമയത്ത് ഉയർന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ അതേ വാക്ക് തന്നെ, വെയിറ്റ് ഫോർ ഹിസ് ടൈം ഇൻ യുവർ ലൈഫ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പോയാൽ ഇതൊന്നും തീരത്തില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അരിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ അരിയൊക്കെ വിറച്ച് കാണും. ഞാൻ പോകുന്ന അങ്ങോട്ട്, അരിയോക്ക് പോയില്ല. അരിയോക്കിനെ പറഞ്ഞു വിട്ടോ. അരിയൊക്കിനെ അറിയാം ആരാ? ഈ നെബൂഖദ്നേസർ ആരാ? നമുക്കറിയാം. അരിയോക്കിനറിയാം. സേനാപതിയായ അരമനയ്ക്കകത്ത് നിൽക്കുന്ന രാജാവിന്റെ മുഖഭാവം മാറിയത് കണ്ട് പേടിച്ച് വിറച്ച്, ഈ എലിക്കുഞ്ഞ് വിറയ്ക്കുന്ന പോലെ വിറച്ച് മാറി നിൽക്കുക. ആര്? അരിയോക്ക്. അവനെ വിടാൻ പറഞ്ഞ അവൻ പോകത്തില്ല, അരിയോക്ക് പോകത്തില്ല. ഇവിടെയാണ് ദാനിയേലിന്റെ ക്വാളിറ്റി. നീ അതാ പറയാൻ പോകുന്നത്, നല്ലിൻ്റെ ക്വാളിറ്റി പറയാൻ പോവാ. സ്തോത്രം. ദാനിയേൽ അകത്തോട്ട് ചെന്നു. ഓ, ആരെടുക്കല വീട്ടിൽ എങ്ങനെ ഇരിക്കല്ലേ അങ്ങോട്ട് ചെന്ന്. ആരാ ഈ കൊച്ചനാരാ? 19 വയസ്സേ ഉള്ളൂ. 19 വയസ്സല്ല ആ ചെറുക്കൻ അങ്ങോട്ട് ചെന്ന്. ദൈവമായി ഒരു കാര്യം ഓർക്കണം, സദൃശവാക്യങ്ങൾ. ഒരു വാക്യം ഞാൻ പണ്ട് പറഞ്ഞു, ആർക്ക് പറയാം? അവർക്കൊരു സമ്മാനവും പോയി, സമയവും പോയി. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 17-ാം വാക്യം. ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവനവൻ്റെ ശത്രുവിനെ പോലും. എന്താ പറയാത്ത ഇതൊക്കെ? അതല്ല ഞാൻ ഇങ്ങനെ പറയുന്നേ, ഇങ്ങനെ ഞാൻ ലളിതമായി പറയുന്നതിന് വേണ്ടിയല്ലയോ. എൻ്റെ ദൈവത്തോടൊത്തല്ലയോ ദാനിയേൽ ഇവിടെ നിൽക്കുന്നത്. ഇതാണ് അവനെ അവിടെ എത്തിച്ചത്. എവിടെ എത്തിച്ചത്? ക്രുദ്ധനായ രാജാവിന്റെ മുൻപിൽ എത്തിച്ചത്. ഒന്ന്, തന്റെ ദൈവമാരാണെന്ന് തനിക്കറിയാം. ആർക്ക്? ദാനിയേലിന് അറിയാം. He knows who he is. Do you know who he is? നിങ്ങൾ എത്ര പേർക്കറിയാം? The personal relationship with the Lord Jesus Christ. പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ പറഞ്ഞു, അത് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചാണ് ഇവിടെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ I know him. എനിക്ക് അവനെ അറിയാം. ആർക്കറിയാം? അരിയോക്കിന് നെബൂഖദ്നേസറിന്റെ ക്യാരക്ടർ എല്ലാം അറിയാം. പക്ഷേ ദൈവത്തെ ശരിയായി മനസ്സിലാക്കിയിരിക്കുന്ന ദാനിയേൽ പറയാം, അവൻ എത്ര ശക്തനായിരുന്നാലും എൻ്റെ ദൈവം സർവശക്തനാണ്. My God is omnipotent. He knows who he is. He is on the throne. I know the supremacy of my Lord. I know the omnipotence of my Lord. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സർവശക്തി അറിയാം. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വവും ഗ്രേറ്റ്നെസ്സും എനിക്കറിയാം. അങ്ങോട്ട് വല്ലതും പറഞ്ഞു? രാജാവ് വല്ലതും പറഞ്ഞു? ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു? പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയില്ലേ? ദാനിയേൽ സ്വന്തം ശക്തിയിലും കഴിവിലും ആശ്രയിച്ചല്ല അങ്ങോട്ട് ചെല്ലുന്നത്. പിന്നെ ദാനിയേൽ ആരോടാ പോകുന്നേ? തൻ്റെ ദൈവത്തോടൊത്താ പോകുന്നത്. ആ ദൈവത്തിൻ്റെ തേജസ് ആരുടെ മുഖത്തുണ്ട്? ക്രുദ്ധനായ രാജാവിൻ്റെ മനസ്സിനെ മാറ്റത്തക്ക തേജസ് ദൈവപൈതലിന്റെ മുഖത്തുണ്ടാവണം. ഈ മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക്
പ്രകാശിച്ചപ്പോൾ ജനം ഭയപ്പെട്ടെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു. ദൈവത്തോടൊത്ത് ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിന് സ്തോത്രം. അടുത്തോട്ട് ചെന്നു, രാജാവേ, എനിക്ക് സമയം തരണം, എനിക്ക് സമയം തരണം, ഞാൻ രാജാവിന് അർത്ഥം ബോധിപ്പിക്കാം. അത്രയും മതി. ഇതിനകത്തുനിന്ന് ദാനിയേലിൻ്റെ 3-4 ക്വാളിറ്റീസ് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 4 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ഞാൻ നിങ്ങൾക്ക് വിടുക. അതിലൊന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദൈവത്തിലുള്ള അചഞ്ചലമായ സുദൃഢമായ വിശ്വാസം. ദൈവം ആരാണെന്ന ബോധ്യം. ദൈവം ആരാണെന്ന ബോധ്യം. ദൈവം ആരാണ്? ഈ നെബൂഖദ്നേസറേക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം. അതൊരിക്കൽ പറയുന്നുണ്ട് പാലസിൽ നിന്ന്. 2-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം നമ്മൾ പഠിക്കും. അന്നേരം ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 2, ദാനിയേലിൻ്റെ ധൈര്യം. ഹി വാസ് എ കറേജിയസ് മാൻ. ഒരു ദൈവപൈതലിന് ഉണ്ടായിരിക്കേണ്ട ഗുണം 1-ാം നൂറ്റാണ്ടിലെ ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്ന ക്വാളിറ്റിയാണത്. എന്താ? ഒരു റെഫറൻസ് പറയാം. റെഫറൻസ് പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അവർ അതാ ടീച്ചറെ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിത്. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാൽ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരും. പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരുമാണ് ആര്? പത്രോസും യോഹന്നാനും. പക്ഷെ എന്തുകൊണ്ട്? ദൈവപൈതലിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത. ഈ യോശുവയും മോശയും ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുത്ത ദൂതിനകത്തുള്ളൊരു കാര്യമാണ്. പറയാം. മോശയോടും യോശുവയോടും ദൈവം ആവർത്തിച്ച് പറയുന്ന ക്വാളിറ്റിയിൽ ഒന്നായി ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഉറപ്പും ധൈര്യവും ഒരു ഭക്തൻ ഉണ്ടായിരിക്കേണ്ടതും ഒരു സുവിശേഷ വേലക്കാരനുണ്ടായിരിക്കേണ്ടതുമായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഞാൻ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാം. നമ്മുടെ ദൂരെയല്ല, ഇതിനടുത്ത ഒരു കൺവെൻഷൻ പ്രസംഗിക്കാം. 3 ദിവസത്തെ കൺവെൻഷനാണ്. 3 ദിവസം ഞാനാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ അവിടുത്തെ ചുമതലയാണ് എന്ന് പറഞ്ഞാൽ സീസയിലെ. ഒരു ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് 2-ാമത്തെ ദിവസം കൺവെൻഷന് ഞാൻ പാട്ട് പാടുന്നവരെ ഒരു കുഴപ്പമില്ല. ഞാൻ പ്രസംഗിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു സ്ത്രീ അവിടെ അങ്ങോട്ട് എഴുന്നേറ്റു. ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് മുടിയൊക്കെ അഴിച്ചിട്ടുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിയത്. ഞാനെന്ന് പറഞ്ഞു. സകലരും വിരണ്ടുപോയി. അപ്പോൾ അച്ഛൻ വന്ന് പറയാമെന്ന് വെച്ചാൽ തമാശായ എന്താ ചെയ്യുക? അച്ഛൻ അവിടെ ഇരുന്നാ പറഞ്ഞു. ഞാൻ ഇച്ചിരി മുന്നോട്ട് നടന്നു ചെന്നിട്ട് നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, അവിടെ ഇരിക്കെ. അവിടെ ഇരുന്നു. നമ്മളുടെ കൂടെയുള്ള ദൈവകൃപയാണെന്നേ, അല്ലാതെ എൻ്റെ മിടുക്കാണ്. ഒത്തിരി അടുത്തതുപോലെ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരിടത്ത് ചെന്നപ്പോൾ ഒരുത്തി താഴെ ചിലരുണ്ടല്ലോ ആത്മാവ് വരും പറഞ്ഞ് ഞെട്ടല് ചെടാരും. അതും അങ്ങ് കൊല്ലത്തിന് 4 ദിവസത്തെ കൺവെൻഷനാണ്. കുഞ്ഞപ്പിച്ചാൻ ആദ്യത്തെ 1 ദിവസം 2 ദിവസമാണ് വെച്ച് കുഞ്ഞപ്പിച്ചാൻ. അത് കഴിഞ്ഞ് 2 ദിവസം എനിക്കാണ്. പ്രസംഗിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ ഞെട്ടലും എന്തെങ്കിലും ഞാൻ വാക്യം പറയുന്ന അവളങ്ങ് ഞെട്ടുക. ഒരു പകുതി സമയമായപ്പോൾ അച്ഛാ എനിക്ക് മനസ്സിലായി എന്താണ്. ശക്തമായ മുഖത്തോട്ട് നോക്കും. നസ്രായനായ യേശുവിൻ്റെ അധികാരമുള്ളത്തിൽ നാമത്തിൽ ഞാൻ എന്നോട് കൽപ്പിക്കുന്നു, ഇനി അനങ്ങിപ്പോരും. യോഗം തീരുന്നവരെ വേണ്ടിയിട്ട് അനങ്ങിയിട്ടില്ല. എൻ്റെ മിടുക്ക് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാറിന് പറയാറില്ല. ടോപ്പിക് വൈസ് ഒന്നും പറഞ്ഞാൽ ധൈര്യം. ദൈവത്തിൻ്റെ മക്കളെ 1-ാം നൂറ്റാണ്ടിൽ അത്യാവശ്യമായിരുന്നു. ആ ധൈര്യം നമുക്കിന്ന് ചോർന്നു പോയി. ധൈര്യം അത്യാവശ്യമാണ്. 2-ാമത്തെ ക്വാളിറ്റിയാണ് ധൈര്യം. 3-ാമത്തെ ക്വാളിറ്റി തന്നെ
ഇതൊന്നും ഞാൻ അച്ഛൻ പറഞ്ഞു ബൈബിൾ കോളേജൊന്നും പഠിക്കുന്നൊന്നും അല്ലെന്ന്. ഇത് ബൈബിൾ സ്കൂളൊന്നും പഠിക്കുന്നൊന്നുമല്ല. ഇത് എക്സ്പോസിറ്ററിയാണ്. നമ്മളിങ്ങനെ ധ്യാനിച്ച് വായിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്ന അതിനകത്തുനിന്ന്. 3, സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകുന്ന ഉടനെയാണ് ഒന്നും നമ്മളെ കൊണ്ട് സംഭവിക്കാത്തത്. നമ്മുടെ ഈ ധൈര്യം ചോർന്നു എന്നൊക്കെ പറയത്തില്ല, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് പോകുന്ന. നമ്മൾ തന്നെ വിശ്വാസമുള്ളവരാണ്. സ്വയാവബോധം, ശുഭാപ്തി വിശ്വാസം, അത് ശരിയായിട്ടുള്ള വാക്ക്. ശുഭാപ്തി വിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. നമ്മളെ ശുഭാപ്തി വിശ്വാസം, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും, എന്നെക്കൊണ്ടിത് ചെയ്യാൻ കഴിയും. എനിക്ക് സമയം തരണം. ഞാൻ രാജാവിനോട് സ്വപ്നം അറിയിക്കാം. ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഈ എത്ര പേരാ ഉള്ളത്? 4 പേരാ ഉള്ളത്. പോയതാരാ? ഒരാൾ. തിരിച്ചു വന്നപ്പോൾ പുള്ളി എന്താ ചെയ്തത്? അതിൻ്റെ അർത്ഥം ശുശ്രൂഷയുടെ വിജയത്തിൻ്റെ രഹസ്യം സഹവേലക്കാരുടെ പങ്കാളിത്തം. ഇത് നിങ്ങൾ ശരിയായിട്ട് വീട്ടിൽ പോയി വായിക്കണം. ഞാൻ ഈ പറയുന്നതിൻ്റെ ഒക്കെ വെളിച്ചത്ത് വീട്ടിൽ പോയി ഒന്നുകൂടെ വായിക്കണം. അപ്പം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. താനോട്ട് വായിക്കുന്ന ഉടനെ രാത്രി ദർശനങ്ങളിൽ ഇത് ദാനിയേലിന് വെളിപ്പെട്ടതാണ്. ദാനിയേലിന് വെളിപ്പെട്ടു. പക്ഷെ ദാനിയേലിന് വെളിപ്പെട്ടിട്ടും ദാനിയേൽ പറയുന്നൊരു ഫ്രേസ് ഉണ്ട്, ഞങ്ങൾക്ക് വെളിപ്പെട്ടു. ഞങ്ങൾക്ക് ക്രെഡിറ്റ് ആരെടുത്തില്ല? ഈ കാലത്താന്നേലും ബണ്ടി ജോർജ്. അതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്. ഒരെണ്ണം വരത്തില്ല ഇങ്ങോട്ട്. ചില സ്ഥാനത്തോട്ട് നാക്കുമ്പോഴത്തേക്ക് കാണിക്കുന്ന ബഹളം. അതെ, ഞാൻ എൻ്റെ കാലത്ത് എന്തോ കാണിക്കാനാ, എന്തോ എടുക്കാനാ? ക്രുദ്ധനായ രാജാവിൻ്റെ മുൻപിൽ നിൽപ്പാൻ 19 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ധൈര്യം നൽകിയ പ്രിയൻ നിനക്ക് ധൈര്യം തരാൻ ശക്തനാണോ? സ്തോത്രം പറ. യെസ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു പ്രിയനുണ്ടെന്ന് വിശ്വസിക്കുന്നു. യെസ്, പറയങ്ങോട്ട്. പിന്നെ ജീവിക്കുന്ന സാക്ഷികളാണ് ഞങ്ങൾ. എൻ്റെ ദൈവം, ഹീസ് ഇൻവിസിബിൾ. യു കനോട്ട് ട്രേസ് ഹിം എനിവേർ. ഈ രാജസ്ഥാനിലൊക്കെ നിൽക്കുന്നുണ്ട്. രാജാവിന് മെർദോക്കുണ്ട്, ബാലുണ്ട്, നെബോയുണ്ട്, ദേവന്മാർ. പക്ഷേ they have nothing, nobody is there. വിസിബിൾ ആയിട്ടൊന്നുമില്ല അവർക്ക്. അവർക്കൊരു ദൈവമുണ്ട്. ആ ദൈവം ഇൻവിസിബിൾ ആണ്. ബട്ട് ഇൻവിസിബിൾ ദൈവത്തിന്റെ ഡെമോൺസ്ട്രേറ്റേഴ്സ് ആണ് ഞങ്ങൾ, നിദർശകരാണ് ഞങ്ങൾ. ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് എബനേസറിന്റെ ചുറ്റുപാടുകളിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമാണ് നമ്മൾ. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. പിന്നെ നമുക്ക് നമ്മിൽ തന്നെ ശുഭാപ്തി വിശ്വാസമുണ്ട്. സ്തോത്രം. നമ്മുടെ പ്രിയൻ ആരാണെന്നേ? ശക്തനാണ്, കരുത്തനാണ്. ചിലയിടത്തൊക്കെ കൺവെൻഷന് പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ എൻ്റെ സാറേ 10,000-5000 പേരൊക്കെ ഉള്ള സദസ്സിൽ നിൽക്കുന്നുണ്ട്. വലിയ പ്രയാസമാണ്. തൊണ്ട വരണ്ട ഒന്നുപോലെ തോന്നും ആദ്യം. പക്ഷേ അങ്ങോട്ട് തുടങ്ങിക്കഴിയുന്ന ഉടനെ എവിടുന്നോ വലിയ ഒഴുക്ക് അന്ന് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ സായിപ്പിൻ്റെ ആശുപത്രിയിൽ പോയി. എൻ്റെ വൈഫിനെ കൊണ്ട് പോയതാണ്. പനിയുടെ പ്രയാസം ഉണ്ടാവും. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു അച്ഛനവിടെ നിൽക്കുന്നു. ഇപ്പോൾ സെമിനാരി പഠിപ്പിക്കുക. ഓടി വന്നങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് അമ്മയോട് പറയാം, അമ്മേ, ഈ അച്ചായൻ്റെ പ്രസംഗത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. PhD കഴിഞ്ഞപ്പം സെമിനാരി പഠിപ്പിക്കുക. നമ്മുടെ സെമിനാരി 1988 തേവലക്കര കൺവെൻഷന് പ്രസംഗിക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ സന്തതിയാണ്. ചിലരൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ മതിയെന്ന്. ഞാൻ ചത്തുപോകുന്ന ഉടനെ എൻ്റെ ശുശ്രൂഷ തുടരാൻ അവരൊക്കെ ഉണ്ട്.
പണ്ട് എൻ്റെ ഒരു കൊച്ചിവിടെ വന്ന് പ്രസംഗിച്ച് ഓർക്കുന്നു. ഇവിടെ വന്നിട്ടുണ്ട് ഡെയ്സി തുമ്പമ്മൺ. അവൾ പോകുന്നിടത്തെല്ലാം വിളിച്ചു പറയും എൻ്റെ മോളാണ്. ഇതൊക്കെ ഈ ആയുസ്സിലുള്ള സന്തോഷം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ലോകത്തിൽ നിന്ന് മണ്ണറിയുമ്പോഴും ഇപ്പം എൻ്റെ മക്കളാരും ഇപ്പം കർത്താവിൻ്റെ വേലയ്ക്കായിട്ടില്ല, ഇപ്പോഴില്ല, ഇനി വരുമെന്ന് എനിക്കറിയത്തില്ല. വന്നാൽ ഞാൻ 100% സന്തോഷിക്കുന്ന ആളാണ്. ഇപ്പോൾ വന്നാൽ ഞാൻ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല, നിർബന്ധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോകാം. ക്രുദ്ധനായ രാജാവിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാൻ ദാനിയേലിന് ശക്തി നൽകിയ ദൈവമേ, വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തകർന്ന സാഹചര്യത്തെ സമചിത്തതയോടെ അഭിമുഖീകരിക്കാനായിട്ട് സംയമനം നൽകിയതായ ശുഭാപ്തി വിശ്വാസം നൽകിയ ദൈവമേ, അങ്ങ് ഈ കൊച്ചായുസിൻ്റെ ശിഷ്ടനാളുകളിൽ ഇത്യാദി ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ പോകും. അതിനെ അഭിമുഖീകരിച്ച് അങ്ങേക്ക് വിജയം കരയറ്റാൻ കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷ നമ്മുടെ മിടുക്കൊണ്ട് ചെയ്യുന്നതല്ല, നമ്മെക്കൊണ്ട് ദൈവം ജയിക്കണം. ഇന്ന് പകരം എന്നാണെന്നറിയാമോ, പലരും ദൈവത്തെ കൊണ്ട് പണിയെടുക്കുക. മനസ്സിലായോ പറഞ്ഞത്? ദൈവം നമ്മെക്കൊണ്ട് ജയിക്കണം, ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കണം. നാം ഇവിടെ നിന്ന് ദൈവത്തോട് ആജ്ഞാപിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നതല്ല, അതൊക്കെ ഇപ്പം നടക്കുന്നേ അല്ല. ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കണം. ദാനിയേലേ, നീ 19 വയസ്സുള്ളവനാണ്, പക്ഷെ നിൻ്റെ ജീവിത നിഷ്ഠ, ദൈവത്തോട് നിൽക്കാനുള്ള തീരുമാനം, ഡിറ്റർമിനേഷൻ, നിൻ്റെ ധൈര്യം, നിൻ്റെ വിശ്വാസ സ്ഥിരത, ആ ഐക്യത, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞോളൂ. ഐക്യത, അതെല്ലാം സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക. അത്ഭുതം നടക്കാൻ പോവുക. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരെ കൊണ്ട് ബാക്കിയൊന്ന് പൂരിപ്പിക്കാമോ? അസാധാരണത്വം പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം എനിക്കുണ്ട്. അങ്ങനെ പറ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ദൈവം എനിക്ക് ഉണ്ട്. ആ ദൈവത്തോടൊത്ത് ശിഷ്ടയായുസ് ഞാൻ ജീവിക്കും, ഞാൻ പ്രവർത്തിക്കും. പിന്നെ ന്യായമായി വിധിക്കുന്നതിലേക്ക് കാര്യം പരമേൽപ്പിച്ച കാലേ വന്ന് വീണിട്ടുണ്ട്, പറഞ്ഞു തെറ്റിപ്പോയെന്ന് പറഞ്ഞു. സ്തോത്രം. ജീവിക്കുന്ന ദൈവമുണ്ട്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ നടത്തിക്കൊണ്ട് നമുക്കിത് പറയാം, നീ ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു. സ്തോത്രം. അങ്ങയുടെ ലോകത്തിൽ തുടർന്നും ജീവിപ്പാൻ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. താൻ വാഴുകയാ ആകുലമില്ല, ഭാവിയെന്ന് ഗതിയില്ല, ഭാവിയല്ല തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ഭാഗമേ ഈ ലോക ജീവിതം, ആയത്ര ധന്യമേ ഈ ലോക ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു കൊച്ചായുസ് മാത്രം, ആ കൊച്ചായുസിൽ ഇനി കുറച്ച് ദിനങ്ങൾ മാത്രം നമുക്ക് ജീവിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന് വേണ്ടി നമ്മുടെ കൊച്ചു ചുറ്റുപാടുകളിൽ, ദൂരെ എങ്ങും പോകാൻ നമുക്ക് പറ്റില്ല, നമ്മുടെ കൊച്ചു ചുറ്റുപാടുകളിൽ ആ ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായ കർത്താവെ ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ടെന്നെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ദാനിയേൽ പ്രവചനത്തിൻ്റെ പഠനത്തിലൂടെ ഇന്ന് ഞങ്ങളെ ഓർപ്പിച്ചതിനാൽ സ്തോത്രം. ക്രുദ്ധനായി മനസ്സാകുലപ്പെട്ട് മറ്റുള്ളവരെ കൊന്നൊടുക്കാൻ വേണ്ടി കൽപ്പനയും പുറപ്പെടുവിച്ച്
അസ്വസ്ഥനായിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവിൻ്റെ മുൻപിൽ നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്തെന്ന് ഞാൻ പറയാമെന്ന് ഒരു 19 വയസ്സുള്ള പൈതലിനെ കൊണ്ട് അങ്ങ് പറയിപ്പിച്ചല്ലോ. അവന് കൊടുത്ത ധൈര്യത്തിനായിട്ട് സ്തോത്രം, അവന് കൊടുത്ത ശുഭാപ്തി വിശ്വാസത്തിനായി സ്തോത്രം. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം ഞങ്ങൾക്ക് മാതൃകയാണല്ലേ കർത്താവേ. ആ വിശ്വാസം ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഞങ്ങളുടെ ഉപരിവിപ്ലവമായ ഭക്തി ഞങ്ങളോട് ക്ഷമിക്കണേ കർത്താവേ.